ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം പറ്റുന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ രാത്രി സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. 10 ഓഫ് കപ്സ്, ദ എംപറർ കാർഡ്, ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ടെമ്പറൻസ് കാർഡ് നമുക്ക് റിവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ്, 8 ഓഫ് വാൻഡ്സ്, 3 of cups, the tower card, 4 of pentacles, 8 of cups, justice card and the queen of wands. Okay, ഇനി നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. ദ മജീഷ്യൻ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന എല്ലാ കാർഡുകളും തന്നെ വളരെ ശക്തമായിട്ടുള്ള എനർജീസ് നൽകുന്ന കാർഡുകളാണ്. അപ്പോൾ രാത്രി സമയത്ത് ആളുകൾ അവരുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഇമോഷൻസ് ശരിക്കും ഒളിപ്പിക്കാതെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലെ ആ ഒരു യഥാർത്ഥ ചിന്തകൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 10 ഓഫ് കപ്സും അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് റിവേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു രണ്ട് കാർഡുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ കൂടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കൂടി വളരെ ഹാപ്പി ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് പോലെ അവരെ ഇമാജിൻ ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 10 ഓഫ് കപ്സ് പറയുന്നത് ശരിക്കും ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റിന്റെ ഒരു ആഗ്രഹമാണ് അവരുടെ മനസ്സിൽ ഉള്ളത്. ആ ഒരു ഫീലിങ്സുകളാണ് അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് കാണിക്കുന്നത് സ്നേഹം നിങ്ങളോടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് തുറന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ അവർക്കുണ്ട്. ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, അതായിരിക്കാം അങ്ങനെ തുറന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തുറന്ന് കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ. ഇമോഷണൽ ആയിട്ട് ബ്ലോക്കേജ് അല്ലെങ്കിൽ ചില വേദനകൾ മൂലം ഈ അവരുടെ ഹൃദയം അവര് അടച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ശരിക്കും ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിൽ പോലും മറ്റ് കുറേയേറെ കാരണങ്ങൾ കൊണ്ട് അവരുടെ ഹൃദയം അടച്ചു വെച്ച് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് വരുന്ന ആ ഫീലിങ്സുകൾ അവർ തന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് കാണാം. അപ്പം രാത്രിയിൽ അവർ ചിന്തിക്കുന്നത് എനിക്ക് ഈ ഒരു പേഴ്സണോട് വളരെയധികം സ്നേഹമുണ്ട്, ഇവനോട് വളരെയധികം സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഇവളോട് വളരെയധികം സ്നേഹമുണ്ട്, പക്ഷെ അത് എനിക്ക് പ്രകടിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. അതിന് കഴിയാതിരിക്കാനായിട്ട് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒത്തിരി കാരണങ്ങൾ ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ എംപറർ കാർഡും അതുപോലെ ടെമ്പറൻസ് കാർഡ് റിവേഴ്സും വന്നിട്ടുണ്ട്. എംപറർ കാർഡ് കാണിക്കുന്നത് അവര് സ്ട്രോങ് ആയിട്ട് അവരെ തന്നെ ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ട് കാണാനായിട്ട് അവരെ തന്നെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. പക്ഷെ പലപ്പോഴും അവര് വീക്കായിട്ട് പോകുന്നു, അവരുടെ മനസ്സ് തളർന്നു പോകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവരുടെ ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല, ഞാൻ ഓക്കെ ആണ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് ഏറ്റവും, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്,
എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ തന്നെ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലത്. അല്ലെങ്കിൽ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ തന്നെ ഈ ഒരു പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്ത് അവരങ്ങനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഇവിടെ ടെമ്പറൻസ് റിവേഴ്സ് വന്നിരിക്കുന്നുണ്ടല്ലോ, ഇത് ഉള്ളിന്റെ ഉള്ളിൽ അപ്പോഴും അവർക്ക് ഒരു ഇംബാലൻസ് ഉണ്ട്, ഒരു ബാലൻസ് കിട്ടുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. കാരണം അവർക്ക് പേഷ്യൻസ് ഒട്ടും തന്നെ ക്ഷമ നഷ്ടപ്പെടുന്ന ഒരു അവസരം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇമോഷൻസിൽ ഇങ്ങനെ തൂങ്ങിയാടാണ് ഈ പേഴ്സൺ. ഇമോഷൻസ്, അതായത് പലതരത്തിലുള്ള ഓർമ്മകൾ, മെമ്മറീസ്, പ്രശ്നങ്ങൾ, ആ ഒരു വേദനകൾ, ഇതിലൂടെയൊക്കെ ഇങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ കയറി ഇറങ്ങാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ. അതിലിങ്ങനെ അവരുടെ മനസ്സ് തൂങ്ങിയാടുന്ന അത്രയും ഒരു രീതിയിലാണ് അവര് ഫീലിങ്സുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ രാത്രി അവരുടെ മനസ്സിൽ ഞാൻ എൻ്റെ കൺട്രോൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, പക്ഷെ ഞാൻ ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ്, ഈ ഒരു സമയത്ത് ഞാൻ ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ്, എനിക്ക് വീണ്ടും ഈ ഒരു പേഴ്സണിലേക്ക് തിരികെ പോകാനും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിലേക്ക് കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്, എങ്കിലും ഞാൻ എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ഈ ഒരു വ്യക്തിയെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഫീലിങ്സുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ടവർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലൊരു വലിയൊരു ഇമോഷണൽ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പേഴ്സണ് ഒരു ഇമോഷണൽ ഷോക്ക് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഒരു സഡൻ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു സത്യം പുറത്തു വന്ന് അവർക്ക് അതൊരു ഷോക്ക് ആയിട്ടുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഒരു സഡൻ ഷോക്ക്, അതുപോലെ തന്നെ അവർക്ക് കുറെ കാര്യങ്ങൾ റിയലൈസേഷൻ ഉണ്ടായി, അതാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. അപ്പം അതിനുശേഷം ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത് തന്നെ ഇപ്പൊ അവരെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു, അവരെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്. ഞാൻ ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണോ, തെറ്റാണോ, ഞാൻ തെറ്റ് ചെയ്തോ എന്നൊക്കെയുള്ള ഒരു ഗിൽറ്റ് ഒക്കെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അവര് നേരത്തെ ചിന്തിക്കാതിരുന്ന കർമ്മയെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ രാത്രിയിൽ അവർ ഓർക്കുന്നത് ആ പാസ്റ്റിലെ ഒരു സിറ്റുവേഷൻസ്, സംഭവങ്ങളൊക്കെയാണ്, അവർ ചെയ്ത തെറ്റുകൾ, അതിന്റെ ഒരു കോൺസിക്വൻസസ് എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുള്ള മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ പാസ്റ്റിൽ അവർ ചെയ്തു പോയ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ അവര് റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടുള്ള എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ 8 ഓഫ് വൺസും ക്യൂൻ ഓഫ് സോഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം 8 ഓഫ് വൺസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് സഡൻലി, നമുക്കറിയാം 8 ഓഫ് വൺസ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ സഡൻലി അവർക്കൊരു മെസ്സേജ്, നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കണം എന്ന് തോന്നലൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്താലോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരുന്നതാണ് 8 ഓഫ് വൺസ്. അപ്പൊ അങ്ങനെയുള്ള ഫീലിങ്സുകൾ ഉണ്ടാകുന്നുണ്ട്. ക്യൂൻ ഓഫ് സോഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ലോജിക്ക് പരമായിട്ടുള്ള ചിന്തകളിലേക്ക് അവരതിനെ തിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ ലോജിക്ക് ഉപയോഗിച്ച് അവർ അതിനെ പിടിച്ചു നിർത്തുന്നു. ആ ഒരു മെസ്സേജോ കോളോ ഒക്കെ ചെയ്യാൻ തോന്നുന്ന സമയത്ത് അവർ കുറച്ച് പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിച്ചതിന് ശേഷം ആ ഒരു സിറ്റുവേഷൻസ് വേണ്ട എന്ന് വെക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇമോഷനേക്കാളും ബ്രെയിൻ ആണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നു. അപ്പം രാത്രി ഇപ്പോ ടെസ്റ്റ് ചെയ്യട്ടെ എന്ന രീതിയിൽ അവരുടെ മനസ്സ് അവരോട് ചോദിക്കുമ്പോൾ ഇല്ല, ഇത് ശരിയായ ഒരു സമയമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി കുറച്ചും കൂടി കഴിയട്ടെ, അല്ലെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന എനിക്ക് ഇത്ര സിറ്റുവേഷൻസ് ഉണ്ട്, അപ്പൊ ഞാൻ ഇനി അത് ടെസ്റ്റ് ചെയ്യണ്ട എന്നൊക്കെ രീതിയിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു അർജിനെ അവർ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ അർജ് ഉണ്ടാകുന്നു, അതിനെ അവർ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതായിട്ട് രാത്രി സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ഒരു ഫീലിങ്സ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് 3 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വൺസും വന്നിട്ടുണ്ട്. അപ്പം പുറത്തേക്ക് അവര് വളരെ ഹാപ്പി ആയിട്ടും വളരെ കോൺഫിഡന്റ് ആയിട്ടൊക്കെ തോന്നും. അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. ഈ ഒരു ചിലപ്പോൾ നിങ്ങളിപ്പോ സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളിൽ പെട്ട് നിങ്ങൾ സെപ്പറേഷനിൽ പോയതോ ഒക്കെ ഒത്തിരി വിഷമങ്ങൾ രണ്ടുപേർക്കും ഉള്ള സമയമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവരെ നോക്കുമ്പോൾ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ല, അവർ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ അവരായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർ വളരെ ഹാപ്പി ആയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് തോന്നും. ഫ്രണ്ട്സിനോട് ഒക്കെ ഒപ്പം ചില്ല് ചെയ്യുന്ന പോലെയൊക്കെ അവർ കാണിക്കും. പക്ഷെ ഇതൊരു മാസ്ക് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ഒരു റിയൽ ഫീലിങ്സ് വളരെയധികം ഡീപ്പറാണ്, ഉള്ളിന്റെ ഉള്ളിൽ അവർ മറച്ചു പിടിച്ചിരിക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അവരുടെ ഫീലിങ്സുകൾ പിടിച്ചു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് വീണ്ടും നമുക്ക് വരുന്ന ആ ഒരു
അവരുടെ ഫീലിങ്സുകൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സെപ്പറേഷനിലായി പോയെങ്കിലും ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാനായിട്ട് അവർ പേടിക്കുന്നു, അവർ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം. ഓക്കെ, പിന്നെ 8 ഓഫ് കപ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇമോഷണലി ഒരുപാട് ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന എനർജീസ് നമുക്ക് കാണുന്നുണ്ട്. ഒരുപാട് ഡിസ്റ്റൻസ് എടുത്ത് അകലേക്ക് പോകണം, ഇനി ഒരു പേഴ്സണെ കാണുക പോലും വേണ്ട എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സുകൾ നമുക്ക് കാണുന്നുണ്ട്. ഇതൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ് ശരിക്കും. ഞാൻ ഈ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ടും വിട്ടു പോകണമോ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ പിടിച്ചു നിൽക്കണമോ എന്നൊക്കെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന മാസ്റ്റർ കാർഡ് എന്ന് പറഞ്ഞാൽ മജീഷ്യൻ കാർഡാണ്. അവര് നിങ്ങളെ വീണ്ടും ലൈഫിൽ വരുത്താനായിട്ട് രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇവരുടെ ഫീലിങ്സുകൾ മാത്രമാണ്. ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇതൊന്നും നടക്കാനോ ചിലപ്പോൾ നടന്നിരിക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം, അതൊക്കെ. പക്ഷെ ഞാനിപ്പോ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സിനകത്ത് വരുന്ന ഫീലിങ്സുകളാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുത്താനായിട്ട് അവർ സീക്രട്ട് ആയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ തോട്ട്സ് ലെവലിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ തോട്ട്സ് ലെവലിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ഒത്തിരി ഓർമ്മകൾ അവർക്കുണ്ട്, കോൺവെർസേഷൻസ്, നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ അവർ റിപ്പീറ്റ് അടിച്ച് മൈൻഡിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങണമോ എന്നുള്ള ഫീലിങ്സുകളും ചിന്തകളും ഒക്കെ അവർക്ക് വരുന്നുണ്ട്. അതൊക്കെയാണ് രാത്രി സമയങ്ങളിൽ ലേറ്റ് നൈറ്റ് തോട്ട്സിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജി കാണാൻ പറ്റുന്നുണ്ട്. അപ്പം സ്നേഹമുണ്ട്, അത് ഇങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കുറച്ച് ഈഗോയും ഫിയറും കൺഫ്യൂഷനും ഒക്കെ അവരെ എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരാതെ പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പൊ പാസ്റ്റിലെ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്ത്, അത് ഓർത്തിട്ട് അവർ ഗിൽറ്റ് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ആ ഒരു ഫീലിങ്സുകളും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുനടക്കുന്നു. പിന്നെ കോണ്ടാക്ട് ചെയ്യണം എന്നൊരു തോന്നലുണ്ടെങ്കിലും അവരത് കൺട്രോൾ ചെയ്ത് വെക്കുന്നു ആ ഒരു ഫീലിങ്സ് വരുന്ന സമയത്ത്. ഇതൊരു ക്ലിയർ ആയിട്ടുള്ള എനർജിയാണ്. സ്നേഹമുണ്ട്, പക്ഷെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ ഇവിടെ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ, ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ തുടക്കത്തിൽ തന്നെ ഇമോഷണൽ ഇംബാലൻസ് തുടരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആവാനായിട്ട് ഒത്തിരി സമയം എടുക്കും. ഒരാള് കൂടുതലായിട്ട് എഫേർട്ട് ഇടും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട്, മറ്റേ ആള് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ മാറി നിൽക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് ഉടനെ മാറില്ല എന്ന് തന്നെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ. കാരണം നമുക്ക് ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, ടെമ്പറൻസ് കാർഡ് റിവേഴ്സ് ആണ്, അപ്പൊ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. പിന്നെ 8 ഓഫ് വൺസും ടവർ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സഡൻ ചേഞ്ച്, ഒരു കോണ്ടാക്ട് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ. ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 8 ഓഫ് വൺസ് എന്ന് പറയുമ്പോഴത്തേക്കും സഡൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ടവർ കാർഡ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന, പെട്ടെന്ന് വരുന്ന ഒരു കോണ്ടാക്ട് ആണ്. അപ്പം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഫ്യൂച്ചറിൽ അവർ സഡൻ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്ടഡ് മീറ്റോ, അല്ലെങ്കിൽ ഒരു നിങ്ങളോട് വന്നിട്ട് അവർക്ക് തുറന്ന് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ പറയാനായിട്ട് ചില ട്രൂത്തുകളൊക്കെ ഉണ്ട്, അതൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു സമയം കൂടിയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അത് കാമായിട്ടല്ല വരിക, ഒരു വളരെയധികം ഇമോഷണൽ അർജോട് കൂടിയായിരിക്കും അവർ നിങ്ങളിലേക്ക് വരിക, വളരെ ഇന്റൻസ് ആയിട്ടായിരിക്കും വരിക. പിന്നെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റിസ് കാർഡ് ഉള്ളതുകൊണ്ട് ഒരു കർമ്മ ഫേസ് ചെയ്ത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഒരു ഫേസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇത് റിലേഷൻഷിപ്പിന്റെ ഒരു ശരിക്കും ടേണിംഗ് പോയിന്റ് ആണ് എന്ന് തന്നെ വേണേൽ പറയാം. ശരിയേത് തെറ്റേത് എന്നിങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ ഒരു ബാലൻസ് ആകും. എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ള ഒരു ബാലൻസ് അതവർ തിരിച്ചറിയും. അപ്പൊ ഒരാൾക്ക് തന്റെ ആക്ഷൻസിന്റെ ഒരു റിവാർഡ് നേരിടേണ്ടി വരും. അപ്പൊ ഒരു നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ ചെയ്തു പോയിട്ടുള്ള ആ ഒരു ആക്ഷൻസിന് അവർക്കൊരു റിവാർഡ് കിട്ടും, അവർക്കൊരു കർമ്മ കിട്ടും. ഇത് രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ട്രൂത്ത് ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്, ക്ലിയർ ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം കൂടി ആണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കർമ്മ ഫേസിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു യൂണിവേഴ്സിനാൽ തന്നെ നിങ്ങൾ നിർബന്ധിതരായിട്ട് ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ ആ ഒരു ഡിസിഷൻ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഫ്യൂച്ചറിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ
വളരെയധികം ഒരു അട്രാക്ഷൻ നിങ്ങൾ തമ്മിൽ ശക്തമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലാണെങ്കിലും അവര് നിങ്ങളെ വീണ്ടും ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള എനർജി കാണുന്നുണ്ട്. അപ്പം മജീഷ്യൻ കാണിക്കുന്നത് അവർ വീണ്ടും തുടങ്ങാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ അവരുടെ വേർഡ്സ് ആക്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഫ്യൂച്ചറിൽ. അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇമോഷണൽ ഡിസ്റ്റൻസ് വീണ്ടും വരാനുള്ളൊരു ചാൻസസും കൂടി നമ്മളിവിടെ കാണുന്നുണ്ട്. ഇതാണ് ഒരു മെയിൻ വാർണിംഗ് എന്ന് പറയുന്നത്. അവർ വീണ്ടും ഹോൾഡ് ബാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഇമോഷണലി ഡിസ്റ്റൻസ് ആകും. ആ ഒരു രീതിയിൽ പാറ്റേൺ റിപ്പീറ്റ് ആകാനുള്ള ചാൻസസ് കുറച്ച് പേർക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വരും, പിന്നെ ക്ലോസ് ആകും, പിന്നെ മുന്നോട്ട് പോകും, ആ ഒരു രീതിയിൽ പോകാനുള്ള ചാൻസസും കാണുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ വരാനായിട്ട് സാധ്യതയുള്ള ഒരു ബിഗസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈഗോ ക്ലാഷസ് ആണ്. ആര് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി മുന്നോട്ടേക്ക് എടുക്കും, അല്ലെങ്കിൽ ഞാൻ എടുക്കണോ നീ എടുക്കണം, ആ ഒരു രീതിയിലുള്ള ഈഗോ ക്ലാഷസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് ഇല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വീണ്ടും ഒരു കോൾഡ് ഫേസിലേക്കൊക്കെ തണുത്തിറങ്ങിയ ഒരു രീതിയിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫൈനൽ ആയിട്ട് നമുക്ക് ഫ്യൂച്ചർ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട്, അതുപോലെ ഡീപ്പ് ഇമോഷൻസ് ഉണ്ട്. പക്ഷെ ഒരു സ്റ്റെബിലിറ്റി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഫ്യൂച്ചർ പോസിബിലിറ്റീസ്, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്, രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. കുറെ ആളുകൾക്ക് ഇത് സ്ലോ ആയിട്ട് ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി അവരൊക്കെ ഒന്ന് ഹീൽ ചെയ്ത്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആകാനുള്ള ചാൻസസ് ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് ഇത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്, ഇപ്പോഴും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും, ഇനിയും അങ്ങോട്ടേക്ക് വന്നാലും ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ പോകും. അവസാനത്തിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാകും. കാരണം നമുക്ക് 8 ഓഫ് കപ്സിന്റെ എനർജി അതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടായി അവർ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് പോകും. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണ് കാണുന്നത്. കുറെ ആളുകൾക്ക് ഓപ്ഷൻ 1ഉം അതുപോലെ കുറെ ആളുകൾക്ക് ഓപ്ഷൻ 2 എന്ന രീതിയിൽ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും ഒരു ഗൈഡൻസ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അവരുടെ വേർഡ്സിനെ അല്ല നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടത്, ആക്ഷൻസ് ഒബ്സർവ് ചെയ്യണം. അവരെന്താണ് ഒരു ആക്ഷൻ എടുക്കുന്നത്, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അവര് ചിലപ്പോൾ പല രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, പക്ഷെ അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അവരെന്തെങ്കിലും ആക്ഷൻസ് എടുക്കുന്നുണ്ടോ അത് ഒബ്സർവ് ചെയ്യണം. പിന്നെ ഇനി ഇത് പലപ്പോഴും ഓൺ ആൻഡ് ഓഫിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. ഇനി ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു വന്നാലും പിന്നെയും ഒരു ഓഫിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ കൊടുക്കുമ്പോൾ ബൗണ്ടറീസ് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ആണ് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇനി വീണ്ടും നിങ്ങൾ ഹർട്ട് ആകാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞത്. അപ്പോൾ അവര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്നേഹം എപ്പോഴും ഒരേപോലെ തരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചില സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടായിരിക്കാം, അതൊക്കെ കൊണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ ഒരു സ്നേഹം അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് തരാനായിട്ട് കഴിയാത്തൊരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഫസ്റ്റ് മെസ്സേജ്, ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അവർക്കും വിഷമങ്ങളുണ്ട്, നിങ്ങളെ വിട്ടുപോയതിൽ അവരും ബുദ്ധിമുട്ടുന്നുണ്ട്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ടൊക്കെ അവർ മാറി നിൽക്കുന്നതാകാം. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ അവരും വിഷമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു വിഷമവും കരച്ചിലും ഒക്കെ അവരുടെ ഒരു ചിരിയുടെ മറവില് ഒളിച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ്. അത് നമുക്ക് റീഡിങ്ങിൽ ഓൾറെഡി മനസ്സിലായതാണ്. അവർ ഹാപ്പി ആണ് എന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഐ വിൽ ഓൾവേസ് കീപ് യു ക്ലോസ് ടു മീ ഫോർ എവർ ആൻഡ് എവർ. ഓക്കെ, അവര് നിങ്ങളെ എപ്പോഴും അവരോടൊപ്പം ചേർത്ത് പിടിക്കാനായിട്ട് എന്നും എപ്പോഴും അവര് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. യു മേക്ക് മീ ഹോപ്പ്ഫുൾ. നിങ്ങളാണ് അവർക്കൊരു പ്രതീക്ഷ, അവരുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാനാകെ മൊത്തം ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ അവരായിരിക്കുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇനി അവരായിരിക്കാൻ പോകുന്ന സിറ്റുവേഷനോ അവര് പാസ്റ്റിൽ അവര് ഇരുന്നിട്ട് പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനോ ഏത് സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയത്തും നിങ്ങൾ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. അതാണ് അവരോട് പറയുന്നത്. അവർ റിലേഷൻഷിപ്പ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്. ഈ ഒരു സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ മാറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നത്.
ഐ ഡിഡ്ന്റ് റിയലൈസ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, ഞാൻ ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത്രയും ഒരു ആഴത്തിൽ ഈ ഒരു സ്നേഹം എന്നിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഐ വാണ്ട് ടു സ്പെൻഡ് ഓൾ മൈ സെക്കൻഡ് മിനിറ്റ്സ് ആൻഡ് അവേഴ്സ് വിത്ത് യു. ഓക്കെ, എനിക്ക് ഓരോ സെക്കൻഡ്സും ഓരോ മിനിറ്റ്സും ഓരോ മണിക്കൂറുകളും നിങ്ങളോടൊപ്പം ചെലവഴിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഐ എം സോറി മൈ ഡിയർ, ഐ നീഡ് ടു ടോക്ക്. അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് സോറി ചോദിക്കുകയാണ്. അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഐ കനോട്ട് സ്ലീപ് ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അവർക്ക് ഈ ഒരു സമയത്ത് ഒട്ടും ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല ഈ ഒരു സെപ്പറേഷൻ കാരണം. അതുകൊണ്ട് നീ എന്നെ മനസ്സിലാക്കും, അല്ലെങ്കിൽ എന്നെ നീ അവരുടെ സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഒക്ടോബർ മന്ത് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഗോൾഡൻ കളർ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ കെ, 1987, നമ്പർ 45, നമ്പർ 30, ലെറ്റർ ഇസഡ്, 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. എൻകറേജസ് യു, സെൻസിറ്റീവ്, 1983, സെൻസ് ഓഫ് ഹ്യൂമർ, ക്രിക്കറ്റ്, നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. 639 നമുക്ക് കിട്ടുന്നുണ്ട്. ഇടുക്കി ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1985 നമുക്ക് കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. 1981, ലെറ്റർ എച്ച്, നമ്പർ 10, പേഷ്യൻസ്, വളരെ ക്ഷമയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ക്ഷമയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ജൂലൈ മന്ത്, നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. 2004. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.